കറണ്ട് ബില്ല് ഇത്രയും കൂടി നിൽക്കുന്ന സമയത്ത് സോളാർ പാനൽ എന്താണെന്നും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും പ്രത്യേകമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആൻഡ് നിങ്ങളെല്ലാവർക്കും വളരെ ട്രസ്റ്റ് ബോത്ത് ആയിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ ടാറ്റ. സോ ടാറ്റയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ കൂടെ ഉണ്ട്. സോ എന്താണ് ഈ ഒരു മൊമെൻറ്റിൽ ഞങ്ങളോട് പറയാനുള്ളത്? ആൻഡ് ടെൽ മീ അബൌട്ട് യുവർ ബ്രാൻഡ്. ടാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ടും കൂടി വരുന്നൊരു സമയമാണ്. അപ്പം നമ്മൾ സോളാർ വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിനൊരു പ്രൊട്ടക്ഷനാണ്. അത് തന്നെയല്ല, നമുക്ക് കറണ്ട് ബില്ല് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു എൻവയോൺമെൻ്റലി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് എപ്പോഴും സോളാർ വെക്കുന്നത് കൊണ്ട് അത് പുള്ളിക്കൊരു മനസ്സിലൊരു ഇത് കിട്ടും. അത് തന്നെയല്ല, നമുക്ക് ഈ കറണ്ട് ബില്ല് നമുക്ക് സേവ് ചെയ്യാൻ വളരെയധികം താന്ന് നമുക്ക് എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ഹൈ എമൗണ്ട് ബില്ല് വരുന്ന ആളിനെ സംബന്ധിച്ചോളം ഇത് മാസാമാസം അല്ലെങ്കിൽ ബൈ മന്ത്ലി ഇത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് സോളാർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞ് അത് നമുക്ക് തിരിച്ച് കിട്ടും. നമുക്കൊരു 3-4 ഇയേഴ്സ് നമുക്ക് ബ്രേക്ക് ഈവൻ ആയിട്ട് നമുക്ക് പിന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. കയ്യിൽ നിന്ന് പോകും, സേവിങ്സിലേക്കാണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ബില്ല്. ഇപ്പം നമുക്കൊരു സോളാർ വർക്ക് ചെയ്യണം. ഇപ്പോൾ കറന്റ് നമ്മൾ ഒരു 6,000 രൂപ വരുന്നൊരു ബില്ല്, അല്ലെങ്കിൽ 2,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബില്ല് ഒരു 6,000 രൂപ നമുക്കൊരു 3 കിലോവാട്ട് ആവശ്യമുള്ളൂ. 3 കിലോവാട്ട് വച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് ബില്ല് കുറയ്ക്കാം. നമ്മൾ ഓൾറെഡി പേ ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഫിക്സഡ് ചാർജ് ഉണ്ട്, KC ബില്ല് വരുന്നത് 230 റുപ്പീസ്. അത് മാത്രം നമുക്ക് സോളാർ വെച്ച് പേ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ ഒരു 3 കിലോവാട്ട് കസ്റ്റമർ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കറന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ EVs ഒക്കെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ EVs ഒക്കെ എടുക്കുന്നവരെ ബില്ല് എന്തൊക്കെ വന്നൊരു 10 above ബില്ല് വരാം. അവർക്കൊക്കെ നമ്മൾ സോളാറിലൂടെ ഏകദേശം ഒരു 90% അവർ കറണ്ട് ബില്ല് കുറയ്ക്കാൻ സാധിക്കും കറണ്ട് സെനാറിയോസിൽ. നമുക്കിപ്പോൾ ഏറ്റവും മാർക്കിൽ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി ആണ് നമുക്ക് സോളാറിൻ്റെ. ടാറ്റ പോലെ ഒരു ബ്രാൻഡായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ത്യയിലെ നമ്പർ 1 ഒരു ഇതാണ്. നമുക്ക് ഓൾ ഇന്ത്യയിൽ നമുക്ക് 3-ാം സ്ഥാനം നമ്മൾ കേരളത്തിൽ നമ്മൾ നിൽക്കുന്നുണ്ട്. അത്രയും സപ്പോർട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ EV വണ്ടികളൊക്കെ കുറേ ഉള്ളതുകൊണ്ടും ആൻഡ് അതോടൊപ്പം തന്നെ ജനങ്ങളൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി സോളാറിലേക്ക്. ഓൾറൈറ്റ്, ബൈ ദ വേ ഡിയാക് 2025 ദ വെരി ഫസ്റ്റ് ടൈം വന്നിരിക്കുകയാണ്. ഹൗ ഡു യു ഫീൽ റൈറ്റ് നൗ ആൻഡ് എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇപ്പോൾ കറന്റ് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇതോട് യോജിക്കുന്നത്, സംയോജിച്ച് പോകുന്നത്. ഇവരായിട്ടുള്ള ഫസ്റ്റത്തെ ഒരു ടൈപ്പാണ് നമ്മൾ. ഇപ്പോൾ ടാറ്റേൻ്റെ ഓൾറെഡി ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ സ്പോൺസറും കൂടിയാണ് എൻ്റെ അറിവിൽ. അപ്പോൾ നല്ല രീതിയിൽ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. നാളത്തെ സൺഡേ ഒക്കെ ആകുമ്പോൾ കൂടുതൽ ക്രൗഡ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് കസ്റ്റമേഴ്സിനാണേലും ഞങ്ങളെപ്പോലുള്ള എക്സിബിറ്റേഴ്സിനാണേലും ഒരു ആംബിയൻസ്, നല്ലൊരു ആംബിയൻസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡിയാക് എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്കൊരു പ്ലസ് ആയിട്ട് തോന്നുന്നത്. ഈ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഒരു കസ്റ്റമറിന് ഫീൽ ചെയ്ത അവരുടെ ഇൻറ്റീരിയർ ആണെങ്കിൽ അവർക്ക് അതിലേക്കൊരു ഇറങ്ങിച്ചെല്ലാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പം ഇത് നല്ലൊരു എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പോസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓൾറൈറ്റ്, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഈ ഞങ്ങളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഇനിയും ഇതേപോലെ തന്നെ തുടർന്നും ടാറ്റ നമ്മളുടെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നും ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. വെൽ, താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ഹിയർ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ് വിത്ത് us. താങ്ക് യു. DAKE International Exhibition 2025.